العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വേദിയിലും സദസ്സിലുമുള്ള സ്നേഹധനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ പ്രപഞ്ചം തന്നെ പടക്കുവാൻ കാരണമായിട്ടുള്ളത് തൗഹീദാണ് എന്നും തൗഹീദ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുമൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഒരാളുടെ തൗഹീദ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ഷിർക്കാണ്. ഷിർക്ക് അഥവാ ബഹുദൈവാരാധന എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ഡിതന്മാർ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞത് മുസാവാത്തു ഗൈറല്ലാഹി ബില്ലാഹി ഫീമാ ഹുവ മിൻ ഖസാഇസില്ലാ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ സമന്മാരാക്കുക എന്നതാണ് ഷിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദാത്തിൽ അഥവാ അവൻ്റെ സത്തയിലോ അവൻ്റെ അസ്മായിലും സിഫാത്തിലും അഥവാ അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലോ അതല്ലെങ്കിൽ അവൻ്റെ അഫ്ആലുകൾ അവൻ്റെ പ്രവർത്തനങ്ങളിലോ അവനെപ്പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ തന്നെ അത് ഷിർക്കായി തീർന്നിരിക്കുന്നു. അത്തരക്കാർ ഇസ്ലാമിൽ നിന്നും പുറത്താണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ നിന്നെക്കൊണ്ട് ശരണം തേടുന്നു. നിന്നോട് ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ അറിയാതെ ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് പാപമോചനം തേടുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, തൗഹീദ് എന്ന ആദർശത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വജുനുബിനി വബനിയ അൻ നഅബ്ദൽ അസ്നാം, വിഗ്രഹാരാധനയെ തൊട്ട് എന്നെയും എൻ്റെ മക്കളെയും റബ്ബേ നീ അകറ്റി നിർത്തണമേ എന്ന് പറയുമ്പോൾ അത് എല്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവമാണ്. പ്രവാചകന്മാരായിട്ട് പോലും അവർക്ക് ഭയമുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുമോ എന്ന്. കാരണം ശിർക്ക് കടന്നു വന്നുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരാളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നതോടുകൂടി അവന്റെ ഹിദായത്ത് നഷ്ടപ്പെടുകയും അവനുള്ള നിർഭയത്വമില്ലാതെയായി പോവുകയും ചെയ്യുമെന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ശിർക്ക് കടന്നു വരാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, തീർച്ചയായും അവർക്കാകുന്നു അംന്, നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം സിദ്ധിച്ചവർ എന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നതോടുകൂടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർഭയത്വം,
അത് ഇല്ലാതെയായി തീരുകയാണ്. അതുകൊണ്ടാണ് നാം പറയാറുള്ളത് നിർഭയത്വം തൗഹീദിലൂടെ മാത്രമാണ് ഉണ്ടാകുക എന്നത്. നാം മനസ്സിലാക്കണം, ഒരാൾ ശിർക്ക് ചെയ്യുന്നതോടുകൂടി അവൻ ബഹുദൂരം തൗഹീദിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദ. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു എന്നാണ് അല്ലാഹുവാണ് പറഞ്ഞത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട രൂപത്തിലുള്ള പ്രാർത്ഥനകളാകട്ടെ, അർത്ഥനകളാകട്ടെ, വഴിപാടുകളാകട്ടെ, നേർച്ചകളാകട്ടെ, ബലികർമ്മങ്ങളാകട്ടെ, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന വല്ലതും അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നതോടുകൂടി അവൻ വഴിദൂരം, അവൻ ബഹുദൂരം വഴിപിഴച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാൻ അവസരം ലഭിക്കാതെയാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത് എങ്കിൽ അവന്റെ ആ ശിർക്ക് ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല, പുറത്തു കൊടുക്കുകയില്ല എന്നതാണ് ശിർക്കിന്റെ അടുത്ത ഗൗരവം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലൂടെ പറയുകയുണ്ടായി, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. അഥവാ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തത് അല്ലാഹു ഉദ്ദേശിക്കുന്നവന് അവന്റെ മശീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ട് എങ്കിൽ അവനൊരു ഗുരുതരമായ പാപമാണ് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു പറയുമ്പോൾ, സഹോദരന്മാരെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ദർഗകളിലും മഖ്ബറകളിലുമെല്ലാം അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, കല്ല് മുതൽ കാഞ്ഞീരക്കുറ്റി വരെയും മുള്ളുമുരട് കാഞ്ഞീരക്കുറ്റി മൂർഖൻ പാമ്പിനെ വരെയും ഒക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം, പ്രത്യേകിച്ചും വിശ്വാസികളായ ആളുകൾ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള വല്ല പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നീട് നമുക്ക് തൗബ ചെയ്യുവാനുള്ള അവസരവും ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നത് അത് വലിയ നഷ്ടമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരാളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വന്നാൽ അതോടുകൂടി അവൻ ചെയ്ത എല്ലാ നന്മകളും നിഷ്ഫലമായി പോകുമെന്ന് അല്ലാഹു പറഞ്ഞത് കാണാൻ സാധിക്കും. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ, അവരെങ്ങാനും അല്ലാഹുവിനോട് പങ്കു ചേർത്തുവെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ് എന്ന് അല്ലാഹു പറയുകയുണ്ടായി. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. തീർച്ചയായും നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകിയിട്ടുള്ളത് ഇതത്രേ, അല്ലാഹുവിൽ നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം നിഷ്ഫലമായി പോകുകയും തീർച്ചയായും നീ നഷ്ടക്കാട് കൂട്ടത്തിലാവുകയും ചെയ്യും. ഇത് പറഞ്ഞത് ആരോടാണ്? ഈ ലോകത്തിന്റെ ഗുരുനാഥൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മുഹമ്മദ് നബി അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിട്ടുള്ളതാണ്. ശിർക്കെങ്ങാനും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവർ പ്രവർത്തിച്ച മുഴുവൻ നന്മകളും അതോടുകൂടി ഇല്ലാതെയാകുമെന്നത്. മാത്രവുമല്ല, നാമൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ ലക്ഷ്യമാക്കാറുള്ളത് സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്നുമുള്ള രക്ഷയുമാണല്ലോ. എന്നാൽ ശിർക്ക് ചെയ്യുന്നതോടുകൂടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വർഗം നഷ്ടപ്പെടുകയും അവന്റെ സങ്കേതം നരകമായി തീരുകയും ചെയ്യുമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയുണ്ടായി. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, തീർച്ചയായും ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തു കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ സ്വർഗ്ഗം നിഷിദ്ധമാക്കുന്നതാണ്. അവന്റെ സങ്കേതം നരകമാകുന്നു.
വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അക്രമികൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും യാതൊരു സഹായവും ഉണ്ടാകുന്നതല്ല, യാതൊരു സഹായികളും ഉണ്ടാകുന്നതല്ല എന്ന് അല്ലാഹു കട്ടായമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ റബ്ബിന്റെ സഹായമില്ലാതെ നമുക്കെങ്ങനെയാണ് രക്ഷപ്പെടുവാൻ പറ്റുക? മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നതായി കൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ ഒരാൾ ജീവിച്ചു മരണപ്പെടുകയാണ് എങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൻ നാർ, ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനായി കൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. നാം ആലോചിച്ചു നോക്കേണ്ടത് ഇത് നമ്മെ കുറിച്ച് മാത്രം പറഞ്ഞതല്ല, നമ്മുടെ മുൻഗാമികളായ വേദഗ്രന്ഥം നൽകപ്പെട്ട സമൂഹത്തിലേക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യം കൃത്യമായി പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. തീർച്ചയായും വേദക്കാരിലും ബൗദ്ധൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകത്തിലാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞത് ഫീനാരി ജഹന്നം എന്ന് പറഞ്ഞതിന് ശേഷം ഖാലിദീന ഫീഹാ, ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ അവർ നിത്യവാസികളാകുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ ഒരാളുടെ തൗഹീദ് നഷ്ടപ്പെട്ട് അയാൾ ശിർക്ക് ചെയ്യുന്നതോടുകൂടി അയാളുടെ സ്ഥാനം അത് നരകമാണ്. മാത്രവുമല്ല അവൻ നരകത്തിൽ നിത്യവാസിയുമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശർറുൽ ബരിയ, ഏറ്റവും മോശപ്പെട്ട നികൃഷ്ടരായ ജീവികളാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താണ് അതിനുള്ള കാരണം? ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണ് എന്നതാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം തന്റെ മകന് ഉപദേശം നൽകുന്ന സമയത്ത് പറയുന്നത് കാണാമല്ലോ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് അത് വമ്പിച്ച അക്രമം തന്നെയാകുന്നു, അത് വലിയ പാതകം തന്നെയാകുന്നു എന്നാണ്. നേരത്തെ ഓതിയ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 48ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്, വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. ആരെങ്കിലും അല്ലാഹുവോട് പങ്കു ചേർക്കുന്നു എങ്കിൽ അവൻ തീർച്ചയായും ഗുരുതരമായ കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കുന്നത് എന്നാണ്, തെറ്റാണ് ചമച്ചുണ്ടാക്കുന്നത് എന്നാണ്. അതിന് പല ന്യായങ്ങളും പറയുന്നുണ്ടാകാം. നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾക്ക് നേരിട്ട് ചോദിക്കുവാൻ സാധ്യമല്ല, നമ്മൾ ചോദിച്ചാൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള ഔലിയാക്കൾ നമുക്ക് ആവശ്യമാണ്, അമ്പിയാക്കൾ ആവശ്യമാണെന്ന് പറഞ്ഞ് എന്ന് പറയുമ്പോൾ അവർ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ശഫാഅത്ത് പറയാനുണ്ടാകും. ഇതൊക്കെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇതുതന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സഹോദരന്മാരോടും സമുദായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. മാത്രമല്ല, ഞങ്ങളുടെ ഉപ്പകാരണവന്മാർ, പ്രപിതാക്കന്മാർ, അവരെയൊക്കെ ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ് എന്ന് പറഞ്ഞും അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് കിട്ടുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് അള്ളാന്റെ ഔലിയാക്കളോട് ചോദിക്കലാണ് ഒന്നുകൂടി എളുപ്പമെന്നും, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് KSRTC-യിൽ പോകുന്നത് പോലെയും അള്ളാന്റെ ഔലിയാക്കളോട് ചോദിക്കുന്നത് ബെൻസ് കാറിൽ പോകുന്നത് പോലെയുമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം അവരൊക്കെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പേരിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചമച്ചുണ്ടാക്കുന്നവരാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സൃഷ്ടിച്ചത് ഫിത്രത്തോടു കൂടിയാണ്. മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ഫിത്രത്തോടു കൂടിയാണ്, അല്ലാഹുവിനെ ആരാധിക്കുവാനുള്ള ഫിത്രത്തോടു കൂടിയാണ്, പ്രകൃതിദത്തമായ അവസ്ഥയിലാണ് ജനിച്ചു വീഴാറുള്ളത്. എന്നാൽ അവന്റെ പിതാക്കന്മാർ, അവന്റെ മാതാക്കൾ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവന്റെ മാതാ
മാതാപിതാക്കൾ അവനെ യഹൂദിയാക്കി മാറ്റുന്നു, അവന്റെ മാതാപിതാക്കൾ അവനെ ക്രൈസ്തവനാക്കി മാറ്റുന്നു, അവന്റെ മാതാപിതാക്കൾ അവനെ അഗ്നിയാരാധകനാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോ അതാണ് അല്ലാഹ് പറഞ്ഞത്, ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല അവനെ മനുഷ്യന്മാർക്ക് വേണ്ട ഫിത്രത്തോടു കൂടി പടച്ചവനാകുന്നു അവൻ. ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക അദ്ദീനുൽ ഖയ്യിം. ആ അല്ലാഹു പടച്ച ആ ഫിത്രത്തുണ്ടല്ലോ, ആ ഫിത്രത്തിൽ യാതൊരു രൂപത്തിലുമുള്ള മാറ്റിമറിക്കലുകളുമില്ല. അതാകുന്നു ആ ഫിത്രത്തോടു കൂടിയുള്ള ജീവിതമാകുന്നു യഥാർത്ഥ ദീൻ എന്ന് പറയുമ്പോൾ. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ. എന്നാൽ ഭൂരിഭാഗം ആളുകളും അത് അറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പഠിപ്പിച്ചു തരുമ്പോ സഹോദരന്മാരെ, വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ. ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് അവർ മുശ്രിക്കീങ്ങളായി കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയതും ചെറിയതുമായ ശിർക്കുകൾ കടന്നു വരുന്നതിനെയാണ്. ദജ്ജാൽ കടന്നു വരുന്നതിനേക്കാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടത് തന്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നതിനെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. അഖ്വഫു മാ അഖാഫു അലൈക്കും. നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്ശിർകുൽ അസ്ഗർ. അശ്ശിർകുൽ അസ്ഗർ അത് ചെറിയ ശിർക്കാകുന്നു എന്ന് പറയുമ്പോ റിയാ പോലെയുള്ള, ലോകമാന്യം പോലെയുള്ള, പിശുക്ക് പോലെയുള്ള മറഞ്ഞ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടുന്ന രൂപത്തിലുള്ള, ഏലസ് കെട്ടുന്ന രൂപത്തിലുള്ള, പല രൂപത്തിലുമുള്ള ശിർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. വലുതും ചെറുതുമായ അത്തരത്തിലുള്ള മുഴുവൻ ശിർക്കുകളും ഈ ഉമ്മത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതിനെതിരിൽ ശബ്ദിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിസ്ഡം യൂത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ. ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ. ഞാൻ എൻ്റെ അടിമകളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഹുനഫാ, ഋജുമാനസ്കരായി കൊണ്ടാണ്. ശിർക്കിൽ നിന്നും തെറ്റി തൗഹീദിൽ ജീവിക്കുന്ന അവസ്ഥയിലാണ് എന്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അവരെല്ലാവരെയും അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നഹും അതൈതുഹുമുശ് ശയാത്തീൻ. എന്നാൽ അവരുടെ അടുക്കലേക്ക് ശൈത്താൻ വരികയുണ്ടായി. ഫജ്താലതുഹും അൻ ദീനിഹിം. അവരുടെ ദീനിനെ തൊട്ട് ആ പിശാച് അവരെ തെറ്റിച്ചു കളയുകയാണ് ചെയ്തത്. മാത്രവുമല്ല, ആ പിശാച് നാം അവർക്ക് അനുവദിച്ചു നൽകിയതിനെ ഹറാമാക്കി നിഷിദ്ധമാക്കുകയും നാം അവർക്ക് നിഷിദ്ധമാക്കിയതിനെ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ അവരോട് എന്നോട് ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ വഅമർതഹും അൻ യുശ്രികൂ ബി മാ ലൻ ഉൻസിൽ ബിഹി മാ ലം ഉനസിൽ ബിഹി സുൽത്താന. യാതൊരു രൂപത്തിലുമുള്ള തെളിവുമില്ലാത്ത ശിർക്ക് എന്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ആ ശിർക്കിലേക്ക് മനുഷ്യനെ എത്തിച്ചതും ഈ പിശാചു തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ശിർക്കിന്റെ ആവശ്യമില്ല. ആ വിശ്വാസം മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞും മറ്റുമൊക്കെ പറഞ്ഞു വന്നിരുന്ന ആളുകൾ പിന്നീട് അവിടെ നിന്നും മാറി അല്ലാഹു തന്നെയാണ് ഞങ്ങൾക്ക്, അത്തരം ആളുകൾ സിഎം ഞങ്ങളുടെ അല്ലാഹുവാണ് എന്നും വേണമെങ്കിൽ ഇബ്ലീസിനെ വരെ സിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ ഉസ്താദാക്കി മാറ്റുവാൻ സാധിക്കുമെന്നും അല്ലാഹുവിന്റെ സിഫത്തുകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഔലിയാക്കളെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരൊക്കെ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, സഹായം ചോദിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിടത്തു നിന്നും മാറി പ്രാർത്ഥിക്കുന്നിടത്തേക്കും പ്രാർത്ഥിക്കുന്നത് പ്രശ്നമില്ല എന്ന് പറയുന്നിടത്തേക്കുമൊക്കെ എത്തുമ്പോൾ സഹോദരന്മാരെ, നാം ഓരോരുത്തരും തിരിച്ചറിയുക, ഇത്തരത്തിലുള്ള ആളുകൾ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അവന്റെ ഏറ്റവും വലിയ വിജയമായ സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്കാണ് എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെ
നാം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും, അതുപോലെ തന്നെ തീവക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും, അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞതുപോലെ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ലഇൻ കുത്തിഅത, അഥവാ ലഇൻ കുത്തിഅത, നിനക്ക് അംഗവിച്ഛേദം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും, വഇൻ ഹുരിക്ത, നിന്നെ ചുട്ടരിക്കുന്ന സാഹചര്യം ഉണ്ടായാലും നീ ശിർക്ക് ചെയ്യരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർദാഇനോട് പറഞ്ഞ അതേ സന്ദേശം തന്നെയാണ് സമൂഹത്തിനോട് നമുക്കൊന്നും പറയാനുള്ളത്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അവിടെയെല്ലാം സഹായിക്കുവാൻ ഹയ്യും ഖയ്യൂമുമായ അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസമുണ്ടാകുമ്പോൾ കേവലം സൃഷ്ടികളിലേക്ക് അഭയം പ്രാപിക്കേണ്ട അവസ്ഥ ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്കും ഉണ്ടാകുന്നതല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും തൗഹീദിലായി കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകുക, ശിർക്കിനെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.